നമസ്കാരം. ചലഞ്ചറാമ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്ത സമയത്ത് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചത് എന്നാണ് ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2022 അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത്. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം LDC, സബ് ഗ്രൂപ്പ് ഓഫീസർ എന്നിങ്ങനെയുള്ള തസ്തികയിലോട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിനുശേഷം പരീക്ഷ നടന്നു, റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ ആ സ്റ്റാറ്റസ് എന്താണ്? എത്ര പേർക്ക് നിയമനം കിട്ടി? റാങ്ക് ലിസ്റ്റ് തീരാറായിട്ടുണ്ടോ? എപ്പോഴാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിലൂടെ നടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ പരിചയപ്പെടുത്താൻ ഞാനിവിടെ. നമ്മൾ കറണ്ട് അഫേഴ്സ് എല്ലാവരും ആപ്പ് ഉപയോഗിച്ച് പഠിക്കുന്ന ആളുകളാണ് അല്ലെ. നമ്മൾ പല പരീക്ഷകൾക്കും കറണ്ട് അഫേഴ്സ് പഠിക്കാറുണ്ട്. അത് PSC പരീക്ഷകൾക്ക് പഠിക്കാറുണ്ട്, SSC RRB പോലത്തെ പരീക്ഷകൾക്ക് പഠിക്കാറുണ്ട്. അപ്പൊ ആപ്പിന്റെ ഹോം പേജിൽ നമുക്ക് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിലവിൽ മലയാളത്തിൽ മാത്രമായിരുന്നു നമുക്ക് ആദ്യം കറണ്ട് അഫേഴ്സ് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പല ഉദ്യോഗാർത്ഥികളും ഡിഗ്രി ലെവൽ പരീക്ഷ എടുക്കുന്ന പല ഉദ്യോഗാർത്ഥികളും അവർ പരീക്ഷ ഇംഗ്ലീഷിലാണ് എഴുതാറ്. ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകൾക്കൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ബാച്ചും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ SSC RRB പോലത്തെ പരീക്ഷകൾക്കും ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഈ ഒരു ഉദ്യോഗാർത്ഥികളുടെ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കറണ്ട് അഫേഴ്സിന് ഇംഗ്ലീഷിലും മലയാളത്തിലും കുട്ടികൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. നിങ്ങൾ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആ ഒരു പെർട്ടിക്കുലർ ഡേയിലെ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓരോ ഡേറ്റ് ആണ് കൊടുത്തിട്ടുണ്ടാവും. ഇന്നത്തെ ഡേറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡേറ്റിലെ നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത്. ഇത് ഇന്നത്തെ 21 നവംബർ 2024 നോട്ടാണ്, മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണിക്കുന്ന ഈ ഒരു ട്രാൻസ്ലേറ്റ് ബട്ടൺ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ട്രാൻസ്ലേറ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ എന്ന് പറയുന്ന ഈ ട്രാൻസ്ലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, തിരിച്ച് വീണ്ടും മലയാളം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതേ ഫീച്ചർ നമുക്ക് ചോദ്യങ്ങളിലുമുണ്ട്. അറ്റൻഡ് ക്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ആദ്യം നിങ്ങൾക്ക് മലയാളത്തിലായിരിക്കും ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യങ്ങളെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നത്, ആ പരീക്ഷ നിങ്ങൾ ഏത് ഭാഷയിലാണ് എഴുതുന്നത്. ഇപ്പൊ ഡിഗ്രിയുടെ പരീക്ഷകളാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ കറണ്ട് അഫേഴ്സ് പഠിക്കാൻ പറ്റും. SSC RRB പോലത്തെ നാഷണൽ പരീക്ഷകളാണെങ്കിൽ പൊതുവെ എല്ലാവരും ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. അത്തരത്തിലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് ഈ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എല്ലാവരും മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കറണ്ട് അഫേഴ്സ് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ അത് ആപ്പിന്റെ ഹോം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ഈ ഒരു ഇംഗ്ലീഷ് മലയാളം ഓപ്ഷനും കൂടെ യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ദേവസ്വം ബോർഡ് LDC കാര്യമാണ്. അപ്പൊ 2022 മെയ് മാസത്തിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് ജൂൺ മാസം 18 വരെ അപേക്ഷിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പരീക്ഷ നടന്നത് 18-19-2022 അതായത് മെയ് മാസം നോട്ടിഫിക്കേഷൻ വന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4ാമത്തെ മാസം പരീക്ഷ നടന്നു. 4ാമത്തെ മാസം പരീക്ഷ കഴിഞ്ഞു. അതിനുശേഷം ഇതിന്റെ റിസൾട്ട് ഒക്കെ വന്ന് റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത് 2023 മെയ് മാസം 3-ാം തീയതിയാണ്. അതായത് 2022 മെയ് മാസത്തിൽ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു. 2023 മെയ് മാസം ആയപ്പോഴേക്കും മെയിൻ ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് മിനിമം 1 ഇയറും മാക്സിമം 3 ഇയേഴ്സും ആണ്. അല്ലെങ്കിൽ ഈ ലിസ്റ്റ് തീരുന്നത് ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അത് നമ്മൾ അലക്കാണ്. അപ്പോൾ അന്ന് പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ ഇത് മെയിൻ ലിസ്റ്റ് ആണ്. ഈ മെയിൻ ലിസ്റ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 132 ആളുകളാണ് അന്നത്തെ മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നത്. 132 ആളുകൾ. പിന്നീട് സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഓരോ കാസ്റ്റ് അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ഈഴവ, അങ്ങനെ ഓരോരോ സെക്ഷൻ ആക്കി കൊടുത്തിരിക്കുന്നത്. ഓരോന്നിലും വ്യത്യസ്ത നമ്പേഴ്സ്. അങ്ങനെ ടോട്ടലി മൊത്തം 46 ആളുകളാണ് വിവിധ ഡിവിഷനിലായിക്കൊണ്ട്, കാറ്റഗറിയിലായിക്കൊണ്ടാണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസേബിലിറ്റി ഉള്ള ആളുകളുടെ ലിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. അതിലൊരു 15 പേരുണ്ടായിരുന്നു. മൊത്തം ഈ 132-ഉം 46-ഉം 15 ഏറെക്കുറെ 193 പേരാണ് ഈ റാങ്ക് ലിസ്റ്റ് മുഴുവനായിട്ട്. അതായത് 132 ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റും അതോടൊപ്പം തന്നെയാണെങ്കിൽ ഈ ഡിസേബിലിറ്റി ഉള്ള ആളുകളുടെ ലിസ്റ്റും കൂടെ ചേർന്ന് മൊത്തം 193 ആളുകളാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഒക്ടോബർ മാസം 10-ാം തീയതി 2024 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. ഓക്കെ, ഇതുവരെ മൊത്തത്തിൽ 126 അഡ്വൈസ് പോയിട്ടുണ്ട്. 126 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, 124ാമത്തെ റാങ്കിൽ ആളുടെ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് ഞാൻ അവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 126 അഡ്വൈസ് മൊത്തം പോയി. 132 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. 193 ആളുകൾ ടോട്ടൽ ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഇതുവരെയുള്ള ഒരു അഡ്വൈസിന് നിലനിൽക്കുകയാണെങ്കിലൊക്കെ മൊത്തം OC വിഭാഗത്തിൽ 46, DC 46, NJD 30, ഓക്കെ, ലോ വിഷൻ 1, പിന്നെ ഹിയറിംഗ് ഇംപയർഡ് 1, പിന്നെ LDCP ലോക്കോമോട്ടീവ് ആണ് 1, അതുപോലെ തന്നെയാണെങ്കിൽ ഓട്ടിസം അതൊക്കെയുള്ള 1, മൊത്തം 126 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇനിയും ലിസ്റ്റിന് 2 വർഷത്തോളം കാലാവധി ഉണ്ട്. ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നിട്ട് ഇപ്പോ 1.5 വർഷം ആയതേ ഉള്ളൂ. ഇനിയും 1.5 വർഷത്തോളം സമയമുണ്ട്. 2026 മെയ് മാസത്തിൽ മാത്രമാണ് ലിസ്റ്റ് തീരുന്നത്. അപ്പൊ ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് അടുത്ത ലിസ്റ്റ് പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ 2025 ഇതിന് നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത, ഇതിന്റെ പരീക്ഷ നടക്കാനുള്ള സാധ്യത. അല്ലെങ്കിൽ അടുത്ത വർഷത്തോടു കൂടി ഈ ഒരു നിലക്ക് പോകണമെങ്കിൽ വീണ്ടും വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷത്തോടു കൂടി ഈ ഒരു ലിസ്റ്റ് തീർന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിലും 2025 തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരിക. അപ്പൊ 2024 നമ്മൾ എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്കിന്റെയും സബ് ഗ്രൂപ്പ് ഓഫീസറിന്റെയും നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നില്ല. 2025 അവസാനത്തോടു കൂടിയൊക്കെ മാത്രം ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചാൽ മതി. കാരണം 2026 മെയ് മാസം വരെ നിലവിലുള്ള ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ ലിസ്റ്റ് തീരാനാണ് സാധ്യത എന്നുള്ളതാണ് നിലവിലെ ലിസ്റ്റിന്റെ ഒരു പോക്ക് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത മാസം തുടക്കത്തോടു കൂടി വരുമെന്നുള്ള കാര്യം നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിനുള്ള പ്രിപ്പറേഷൻ എല്ലാ ഉദ്യോഗാർത്ഥികളും സ്റ്റാർട്ട് ചെയ്യാം. സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള സിലബസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്വാളിഫിക്കേഷൻ മാത്രം ചെറിയ വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. +2 ആക്കി മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല DCA കമ്പൽസറി ആയിട്ടാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലൊക്കെ വന്നിരുന്നത്. എന്നൊക്കെ അത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് അതിനും അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും പഠനം ആരംഭിക്കുക. 10th പ്രിലിംസിന്റെ പരീക്ഷ PSCയുടെ നടക്കാൻ പോകുന്നുണ്ട്. LGSന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്നാൽ ഇതിന്റെ പരീക്ഷയും അടുത്ത വർഷമായിരിക്കും. മറ്റുള്ള CBSE സിലബസിൽ നിന്ന് ചെറിയൊരു മാറ്റം മാത്രമാണ് ഇതിനുള്ളത്. സ്പെഷ്യൽ ടോപ്പിക് അല്ലാണ്ട് ജനറൽ ടോപ്പിക്കിൽ തന്നെ ചെറിയ കുറച്ച് മാറ്റങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ അത് ആ രീതിയിൽ പഠിച്ചാൽ കുറച്ച് വേക്കൻസി ഉണ്ടാവാറുള്ളൂ, അത് നേടിയെടുക്കാൻ സാധിക്കും. ചലഞ്ചർ ആപ്പിൽ ഓൾറെഡി ഇതിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പിന്റെ ഹോം പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ദേവസ്വം എന്ന് പറയുന്ന ടൈറ്റിൽ താഴെ ദേവസ്വം LDC എന്ന് പറയുന്ന കോഴ്സ് കാണാൻ സാധിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവട്ടെ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആവട്ടെ, എല്ലാത്തിനും പറ്റുന്ന രീതിയിലുള്ള അതിന്റെ ഒരു കോമൺ സിലബസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക് അതിന്റെ വീഡിയോ ക്ലാസ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഉദ്യോഗാർത്ഥികളും പഠനം ആരംഭിക്കാം. നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യാം. എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. താങ്ക് യു.